ഹലോ ഡിയേഴ്സ്, 7 മാർക്കിന് നമുക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് കത്ത് തയ്യാറാക്കുക. പലർക്കും ഇപ്പോഴും അതിന്റെ ഫോർമാറ്റ് അറിയില്ല. കത്ത് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. നമുക്ക് എങ്ങനെ കത്ത് തയ്യാറാക്കാം എന്ന് നോക്കാം. 2 തരത്തിലുള്ള കത്താണ് നമുക്കുള്ളത്. ഒന്ന് ഔപചാരികമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ. അത് നമ്മൾ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു വിഷയം നമ്മൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അറിയിക്കുന്ന ലെറ്ററാണ്. രണ്ടാമത്തത് അനൗപചാരികമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയക്കുന്ന കത്തുകളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഔപചാരികമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർക്ക് അയക്കുന്ന കത്തിൽ പ്രേക്ഷകൻ, സ്വീകർത്താവ്, വിഷയം, സർ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളായിരിക്കണം ആദ്യം വേണ്ടത്. പ്രേക്ഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ കത്തയക്കുന്നത്, നമ്മളല്ലേ കത്തയക്കുന്നത്, നമ്മുടെ പേര് അഡ്രസ്സ് ആദ്യം വേണം. അതിനുശേഷം നമ്മൾ എന്താണ്, സ്വീകർത്താവ്, ആരാണോ ഇത് സ്വീകരിക്കുന്നത്, അയച്ചിട്ടാണോ ആരാണോ വായിക്കുന്നത് അവരുടെ പേരും അഡ്രസ്സുമാണ് സ്വീകർത്താവ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അവർ. ഇനി വിഷയം എന്ന് പറയുന്നത് നമ്മളൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ, പരിസ്ഥിതി നാശത്തെക്കുറിച്ചാണെങ്കിൽ അതെന്താന്ന് പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകണം. അതായിരിക്കണം വിഷയത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നിട്ട് സർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരാണ്, പ്രദേശവാസിയാണോ, അല്ലെ ഞാൻ ഇന്ന ഒരു പ്രദേശത്തെ പ്രദേശവാസിയാണ് അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തെ അന്തേവാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. എന്നിട്ട് നിങ്ങൾ കണ്ടന്റ് കൃത്യമായിട്ട് ചുരുക്കി പറയാം. ഇന്നൊരു വിഷയത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരാണ് അയക്കുന്നതെന്ന് ബോധം വേണം. അപ്പം നമ്മൾ കൃത്യമായിട്ട് വിഷയത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് നിവേദനം അയച്ചിട്ടുണ്ട്, അതിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിലെന്താണ് നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ എന്താണ്, ബഹുമാനപ്പെട്ട അധികൃതർ അടിയന്തരമായി നടപടി കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതണം. ഇനി നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനാണ് കത്തയക്കുന്നതെങ്കിൽ നമ്മുടെ വലതുവശം, ഈ ഒരു ഭാഗത്ത് വലതുവശത്ത് വേണം സ്ഥലം, തീയതി എഴുതാൻ. എന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേരെഴുതുക. നമുക്ക് അവരുടെ സുഖവിവരങ്ങൾ ചോദിക്കാം, അല്ലെ, നമ്മുടെ അവസ്ഥ പറയാം. എന്നിട്ട് ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്തയക്കുന്നത്, ഇവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി, അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നത്, നീ അത് കണ്ടോ കേട്ടോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് നേരിട്ട് കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ, അല്ലെ ഞാൻ കത്ത് ചുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ നമ്മുടെ പേര് എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് സുഹൃത്തിനയക്കുന്ന കത്ത്. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.